Welcome to quantum mechanics. One or two questions. Two different particles are confined in the same one-dimensional box. If particle 1 were alone, its wave function would be psi1 x1. Function of x1, psi1 x1, bracket x1. If the particle 2 were alone, its wave function would be psi2 x2. Assume that the particles do not interact. First question A. Write Schrödinger equation for the two-particle system. B. Which of the following wave functions will describe the system? Psi1 plus psi2, psi1 minus psi2, psi1 into psi2, or psi1 by psi2. C. If E1, capital E1 and E2 are the single particle energies, which of the following will give the two particle energy? E1 plus E2, E1 minus E2, E1 into E2, or E1 by E2. Again, Schrödinger one-dimensional particle in a box. അവിടെ ബോക്സിനകത്ത് പൊട്ടൻഷ്യൽ സീറോയാ ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഫിനിറ്റി എൽസ്വെയർ. അപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇൻസൈഡ് ദി ബോക്സ് ഈസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ, വൺ ഡയമെൻഷനാണ്, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി സൈ എന്നുണ്ട്, പൊട്ടൻഷ്യൽ ഇവിടെ സീറോയാ, ഈക്വൽസ് ഇ സൈ. ഇത് ഒരു സൈഡിലാക്കി എഴുതാം. ഇതിപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് കോമൺ ആയിട്ട് വരും, അപ്പോൾ പ്ലസ് ആകും, റൈറ്റ് സൈഡ് സീറോ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം, എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ ഇൻറ്റു സൈ ഈക്വൽസ് സീറോ. എങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിൾസ് ഇൻഡിപെൻഡൻ്റാണ്, മ്യൂച്വലി ഇൻറ്ററാക്റ്റിംഗ് അല്ല. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇക്വേഷൻ ഒരു ബോക്സിലായതുകൊണ്ട് കമ്പൈൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m1 ഫസ്റ്റ് പാർട്ടിക്കിൾ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് വൺ സ്ക്വയർ, ഇതിന് പകരം ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിന് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m2 ഡി സ്ക്വയർ ബൈ ഡി എക്സ് ടു സ്ക്വയർ പ്ലസ് ഇക്ക് പകരം E1 പ്ലസ് E2 the whole into psi equals 0, where psi is the wave function of the two-particle system. ഇതാണ് എയുടെ ആൻസർ. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേവ് ഫങ്ഷൻ psi1 പ്ലസ് psi2 ആണ്, psi1 മൈനസ് psi2 ആണ്, psi1 psi2 ആണ്, psi1 ബൈ psi2 ആണ്. ഇത് മ്യൂച്വലി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്കറിയാം, ലീനിയർ ഇക്വേഷനാണ്. ഒരു സൊല്യൂഷൻ, രണ്ട് സൊല്യൂഷൻസ് കിട്ടും, രണ്ടിൻ്റെയും കൂടെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അത് സെയിം സൊല്യൂഷൻ തന്നെയാണ്, സെയിം സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ psi1ഉം psi2ഉം ലീനിയറായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ട് സെപ്പറേറ്റ് പാർട്ടിക്കിൾസാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ വേവ് ഫങ്ഷൻ പ്രോബബിലിറ്റി പോലെ അങ്ങ് എടുത്താൽ മതി, psi1 ഇൻറ്റു psi2. അതാണ് ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ
വേവ് ഫങ്ഷൻ. ലീനിയർ കോമ്പിനേഷൻസോ കോഷ്യൻ്റോ എടുക്കാൻ പാടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദ്യം വേറെ വരും. വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. അത് സംശയമൊന്നുമില്ല. അത് E1 പ്ലസ് E2, E1 മൈനസ് E2, E1 ബൈ E2, E1 E2 എന്നൊക്കെ തന്നിട്ടുണ്ട്. E1 പ്ലസ് E2, അതാ ഷ്രോഡിംഗർ ഇക്വേഷൻ. നമ്മൾ ഇയുടെ സ്ഥാനത്ത് E1 പ്ലസ് E2 എന്ന് എഴുതുകയുണ്ടായല്ലോ. അപ്പോൾ സിയുടെ ആൻസർ E1 പ്ലസ് E2, ബിയുടെ ആൻസർ Psi1 Psi2. Another one. A one-dimensional particle has a wave function given by 2a, small letter a, the whole raised to minus half into e raised to I into bracket kx minus omega t within the interval minus a plus a, bracket minus a, small letter a. First question, what is the average position of the particle? B, what is the average momentum? തന്നിരിക്കുന്ന വേവ് ഫങ്ഷൻ ഇതാ. psi equals 2a whole raised to minus half into e raised to I kx minus omega t. എങ്കിൽ psi സ്റ്റാർ ഇതിൻ്റെ കോൺജുഗേറ്റ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് I അങ്ങ് മൈനസ് I ആക്കണം. 2a raised to minus half, അത് ചേഞ്ചൊന്നുമില്ല, റിയൽ ക്വാണ്ടിറ്റിയാണ്, ഇൻറ്റു ഇ റേസ് ടു ഈ പ്ലസ് I അങ്ങ് മൈനസ് ആക്കണം, മൈനസ് I ഇൻറ്റു kx മൈനസ് ഒമേഗ ടി. എങ്കിൽ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് x ഈക്വൽസ് ഇൻറ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ psi സ്റ്റാർ പൊസിഷൻ ഓപ്പറേറ്റർ x psi dx. ദറ്റ് ഈസ് ഇവിടെ psi സ്റ്റാറിൻ്റെ കൂടെയും സൈയുടെ കൂടെയും psi സ്റ്റാറിൻ്റെ കൂടെയും 2a റേസ് ടു മൈനസ് ഹാഫ് ഉണ്ട്. അപ്പോൾ ഇതൊന്നിച്ച് പുറത്ത് വരുമ്പോൾ 2a റേസ് ടു മൈനസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ വരും. അല്ല 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ psi സ്റ്റാർ psi സ്റ്റാർ ഇൻറ്റു psi എന്ന് പറയുന്ന 1 വരും. ഈ എക്സ്പോണൻഷ്യൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു മൈനസ് തീറ്റ ഇൻറ്റു എ റേസ് ടു I തീറ്റ എന്ന് പറയുമ്പോൾ ഈ റേസ് 0 ഓർ 1 പോയിട്ട് ഈ ഒരു എക്സ് മാത്രമേ വരത്തുള്ളൂ. ഈ എക്സ് മാത്രമേ വരത്തുള്ളൂ. പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ തന്നെയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും, മറ്റേ 1 വരും. ദറ്റ് ഈസ് 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ x²/2 വിതിൻ ദി ലിമിറ്റ്സ് മൈനസ് എ ടു പ്ലസ് എ. ദറ്റ് ഈസ് 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു ഈ 1/2 ഇഞ്ഞ് പുറത്തെടുക്കാൻ 1/2 ഇൻറ്റു x² ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് a² minus lower limit minus the whole square or a² minus a², that is 0. So average position is 0. Dual average momentum integral minus a to plus a of limit വന്നിട്ടുണ്ട് within the minus a to plus a എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. psi star p operator psi dx. പി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ h/i ഇൻറ്റു d/dx 1 ഡയമെൻഷനലി. അപ്പോൾ ഇവിടെ 2a റേസ് ടു മൈനസ് 1 psi സ്റ്റാറിൻ്റെ സൈഡും കൂടെ വരുന്ന കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് അത് രണ്ടും കൂടെ സ്ക്വയറായിട്ട് പുറത്ത് വരും. അപ്പോൾ 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു ഈ psi സ്റ്റാർ e റേസ് ടു മൈനസ് I ഇൻറ്റു kx മൈനസ് ഒമേഗ ടി ഇൻറ്റു h/i d/dx ഓഫ് psi. അപ്പോൾ h/i ഇഞ്ഞ് പുറത്തെടുക്കാറുണ്ട്
into d by dx of this എന്ന് പറഞ്ഞാൽ I k into e raised to I kx minus omega t dx എന്ന് വരും. അപ്പോൾ ഈ ഡി ബൈ ഡി എക്സ് കൊണ്ട് ഈ റേസ് ടു ഐ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐ കെ ഇൻറ്റു സെയിം ഫങ്ഷൻ വരുമല്ലോ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഇത് ഇ റേസ് ടു മൈനസും ഇത് ഇ റേസ് ടു പ്ലസും ഇത് രണ്ടും കൂടെ ചേർന്ന് ഇപ്പോൾ 1 ആണ്. അപ്പോൾ ചുരുക്കത്തിൽ 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു എച്ച് കട്ട് ബൈ ഐ ഇൻറ്റു കെ ഐ മാത്രമേ ഇതിൻ്റെ കെ ഐ ഡി എക്സ് എന്ന് വരും. കെ ഐ ഇങ്ങനെ പുറത്തെടുക്കാം ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ ഓഫ് ഡി എക്സ്. ഐ ക്യാൻസൽ ചെയ്യും. പോയിട്ട് ഇപ്പോൾ 2a റേസ് ടു മൈനസ് 1 ഇൻറ്റു എച്ച് കട്ട് കെ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ് ഈസ് എക്സ് within the limits a to minus a to plus a എന്ന് പറയുമ്പോൾ 2a into 2a raised to minus 1, 2a raised to 0 or 1. So average value of momentum is, the expectation value is h cut k. ഇതാണ് ആൻസർ. We will see with more questions in coming postings. Thank you.